പൂരപ്പുഴ പുഴ അല്ല. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പൊന്ന് ചോദിക്കട്ടെ, കാലങ്ങളായി നാം പൂരപ്പുഴ എന്ന് വിളിച്ചു പോന്ന ഇത് പുഴ തന്നെയാണോ അതോ അരുവിയോ? പ്രിയ പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാം. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നമുക്കല്പം സംവദിക്കാം. പ്രേക്ഷകർക്ക് വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. കടലുണ്ടി പുഴയിൽ നിന്ന് മുറിഞ്ഞ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്ത പാലത്തിങ്ങലിൽ വെച്ച് ഉത്ഭവിച്ച് ചീർപ്പിങ്ങൽ, കീരനല്ലൂർ, ന്യൂക്കട്ട്, ചിറമംഗലം, അറ്റത്തങ്ങാടി, പരിയാപുരം, താനൂർ എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന പ്രകൃതി രമണീയമായ തീരദേശ അരുവിയാണ് പൂരപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അരുവി. വെറുതെ പറഞ്ഞതല്ല. ശരിക്കും 2000-നും 20,000-നും ഇടയിൽ ചതുരശ്ര കിലോമീറ്റർ നീർവാർച്ചാ പ്രദേശമുള്ള അഥവാ നദീതട വിസ്തീർണമുള്ള നദികളെയാണ് മഹാനദികളായി കണക്കാക്കുന്നത്. 44 നദികളാൽ സമൃദ്ധമാണ് കേരളമെങ്കിലും ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ എന്നീ വിരലിലെണ്ണാവുന്ന മാത്രമേ മഹാനദികളായി കേരളത്തിലുള്ളൂ. ബാക്കിയുള്ള 15 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് ചെറുനദികളുടെ ഗണത്തിൽ കണക്കാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി 244 കിലോമീറ്ററുള്ള പെരിയാറും ഏറ്റവും ചെറിയ നദി 16 കിലോമീറ്ററുള്ള മഞ്ചേശ്വരം പുഴയുമാണ്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ മടങ്ങാം. നെടുവ, നന്നമ്പ്ര, പരിയാപുരം എന്നീ വില്ലേജുകളിലൂടെ പങ്കിടുന്ന ഈ ചെറു അരുവിയായ പൂരപ്പുഴ വളഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും 14 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഇതിന്റെ ദൂരം. ഇപ്പോൾ മനസ്സിലായില്ലേ പൂരപ്പുഴ പുഴ അല്ല അരുവിയാണെന്ന്? എങ്കിൽ പൂരപ്പുഴയുടെ അല്പം വിശേഷങ്ങൾ കൂടി മനസ്സിലാക്കാം. ഇതൊരു അരുവി എന്ന് പറഞ്ഞ് തള്ളാനാവില്ല. ഈയിടെയായി ഈ അരുവിയിൽ ആരംഭിച്ച നാടിന്റെ ആവേശമായി മാറിയ പൂരപ്പുഴ വള്ളം കളിയും ഈ അരുവി അറബിക്കടലുമായി സംഗമിക്കുന്ന താനൂർ ഒട്ടുംപുറത്തെ അതിമനോഹരമായ അഴിമുഖവും അവിടെ കേരള ടൂറിസം വകുപ്പ് നിർമ്മിച്ച തൂവൽ തീരം ബീച്ച് പാർക്കും വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വളർന്നുകൊണ്ടിരുന്ന ഈ ടൂറിസം മേഖലയിൽ 2023 മെയ് 7 വൈകുന്നേരം 7:30 തദ്ദേശീയരായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ഒരു കുടുംബത്തിലെ 11 പേർ ഉൾപ്പെടെ 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ദുരന്തം എന്ന പേരിലറിയപ്പെട്ട ബോട്ട് മറിഞ്ഞുണ്ടായ അപകടം ഇപ്പോഴും തീരാ നോവായി നിലകൊള്ളുന്നു. പൂരപ്പുഴയെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് നിങ്ങളുമായി ഇവിടെ പങ്കുവച്ചത്. നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. നാം ഈ വീഡിയോയിൽ പ്രതിപാദിച്ച കടലുണ്ടി പുഴയെയും കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന നദികളെയും മറ്റനേകം പ്രകൃതി രമണീയ കാഴ്ചകളെയും സംബന്ധിച്ച ഒട്ടനേകം വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ട്. അവയെല്ലാം കണ്ടു രസിക്കാനും പഠിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുമെന്ന് കരുതി പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.